ഹായ്, കാർഷിക ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ ചോദ്യോത്തര പരിപാടികളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോകൾക്ക് വന്നിട്ടുള്ള കുറേയധികം ചോദ്യങ്ങളാണ് ഇപ്പം മറുപടി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ വീഡിയോ കാണുമ്പോൾ ചിലത് തോന്നാറുണ്ട്. തോന്നുന്നതൊക്കെ എന്നോട് ചോദിക്കുക. കൃഷി സംബന്ധമായിട്ടുള്ള ഏത് കാര്യങ്ങളും ചോദിക്കുക. കഴിയുന്നത്ര ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ എപ്പിസോഡായിട്ട് ആണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചോദ്യോത്തര പരിപാടി എന്നുള്ള ഞങ്ങളുടെ വീഡിയോകൾ എല്ലാം കാണണം. ചിലപ്പോൾ നിങ്ങളുടെ ചോദ്യം ഏത് വീഡിയോയിലാണ് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഷാജഹാൻ എസ് എന്നാണ്. 2 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, സാർ, മണ്ണിൽ പച്ചക്കക്ക ഇടണം എന്ന് പറയുന്നു, അത് മണ്ണിൽ അലിയുമോ? അത് അങ്ങനെ തന്നെ മണ്ണിൽ അലിഞ്ഞു ചേരാതെ കിടക്കുകയില്ല, ഇതിനൊരു മറുപടി തരണം. ഈ ആദ്യത്തെ ചോദ്യം ഇതാണ് ഷാജഹാൻ്റെ. അപ്പം ഈ കക്ക അല്ലെങ്കിൽ നീറ്റുകക്ക അല്ലെങ്കിൽ കുമ്മായ വസ്തുക്കൾ മണ്ണിലിടുന്നത് മണ്ണിൻ്റെ അമ്ലത പോക്കാനാണ്. അമ്ലത എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണ്, കേരളത്തിലെ മണ്ണ് ചുറ്റിരൊഴികെയുള്ള ബാക്കിയുള്ള പ്രദേശം മുഴുവൻ ആസിഡിക്കാണ്. വലിയ മഴയുള്ളത് കൊണ്ട് ഇവിടെ ലവണാംശമൊക്കെ അലിഞ്ഞു പോയത് കൊണ്ടാണ് മണ്ണ് ആസിഡായത്. അപ്പോൾ ആസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്മായ വസ്തുക്കൾ ചേർക്കുന്നത്. അപ്പം നമുക്ക് വളമിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് വളം വലിച്ചെടുക്കാനുള്ള അനുകൂലമായ സ്ഥിതി ഉണ്ടാക്കാനാണ് കുമ്മായ വസ്തുക്കൾ ചേർക്കുന്നത്. അപ്പോൾ എത്രയും വേഗം മണ്ണിൻ്റെ pH കുറയ്ക്കാൻ വേണ്ടി കുമ്മായ വസ്തുക്കളാണ് ഇടേണ്ടത്. കുമ്മായ വസ്തു എന്ന് പറയുമ്പോൾ കുമ്മായം, നീറ്റുകക്ക, ഡോളോമേറ്റ്, ഇതെല്ലാം നീറ്റിയെടുത്ത സാധനങ്ങളാണ്. നീറ്റിയെടുത്ത സാധനങ്ങളായതുകൊണ്ട് വളരെ പെട്ടെന്ന് മണ്ണിൽ ലയിച്ചിട്ട് മണ്ണിൻ്റെ pH-നെ കുറച്ച് കൊണ്ടുവരും. പക്ഷെ പച്ചക്കക്കയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കക്ക വളരെ പതുക്കെയാണ് നമ്മൾ അലിഞ്ഞ് മണ്ണിൽ ചേരുന്നത്. അത് പല അണുജീവികളുടെ പ്രവർത്തനത്താൽ വർഷങ്ങളെടുക്കും. ചിലപ്പം ഇത് അലിഞ്ഞ് മണ്ണിലേക്ക് ലയിച്ച് മണ്ണിൻ്റെ pH കുറയ്ക്കുന്ന ഒരു കെമിസ്ട്രി അവിടെ നടക്കുന്നത്. അപ്പോൾ അതിന് വളരെയധികം കാലവിളംബം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് പച്ചക്കക്ക അങ്ങനെ കൃഷിക്ക്. നമുക്കിപ്പം നീറ്റിയൊക്കെ കുമ്മായം ഇട്ടിട്ട് ഉടൻ തന്നെ ചിലപ്പം തെങ്ങിന് വളവിടേണ്ടതാണ്. pH കുറയ്ക്കാൻ 2 ആഴ്ച മതി ഈ കുമ്മായ വസ്തുക്കൾ ഇട്ടാൽ. പക്ഷെ പച്ചക്കക്ക ഇട്ടാൽ ഉടനെ ഒന്നും pH കുറയില്ല. pH കുറഞ്ഞാൽ മാത്രമേ ഏത് വളം കൊടുത്താലും ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പച്ചക്കക്ക നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ രീതി. ഞാൻ പലപ്പോഴും അത് പറഞ്ഞിട്ടുമുണ്ട്, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഷാജഹാൻ്റെ അടുത്ത ചോദ്യം ഇതാണ്, സാർ, മാവിൽ ബഡ് ചെയ്തിട്ട് സക്സസ് ആവുന്നില്ല, എന്താണ് കാരണം? അപ്പോൾ ബഡ്ഡിങ് എന്ന് പറഞ്ഞ ഒരു ശരിക്കും പറഞ്ഞാൽ ടാസ്ക്കാണ്. അത് കൃത്യമായിട്ടുള്ള പരിചയം ഉണ്ടായാൽ മാത്രമേ അല്ലെങ്കിൽ ഒരുപാട് തവണ നമ്മൾ ചെയ്ത് നമുക്ക് അതിനൊരു പ്രാക്ടീസ് ഉണ്ടാവണം. കറക്റ്റായിട്ട് ബഡ് ചെയ്ത കറക്റ്റായിട്ട്, അത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡാണ്. പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. അത് നിത്യപരിചയം കൊണ്ടേ അത് സാധ്യമാകത്തുള്ളൂ. ഇപ്പം പല ഇത്തരത്തിലുള്ള ജോലികൾ പോലെ ഈ സാങ്കേതിക അറിവ് വേണ്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ബഡ്ഡിങ് നമ്മൾ ചെയ്തിട്ട് സക്സസ് ആയില്ലെങ്കിൽ കുറെ ഒത്തിരി ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് ശരിയാകും. അപ്പം നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ബഡ് എടുക്കേണ്ടതെന്നും മുകുളങ്ങൾ എടുക്കുന്നതെന്നും പിന്നെ അത് കൊണ്ടൊട്ടിക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ ഏതെങ്കിലും കൃഷിഭവൻ്റെ ട്രെയിനിങ്ങുകൾ ഉണ്ടാവും. കൃഷി ഓഫീസിൽ നിന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് ഉണ്ടാവും. ആ ട്രെയിനിങ്ങിന് പോയാൽ നമ്മളവിടെ ചെയ്ത് പഠിപ്പിക്കുന്ന ഇടങ്ങളുണ്ട്. ഫാമിലൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് ചെയ്ത് പരിശീലനം നൽകുന്നുണ്ട്. അങ്ങനെ പോയി നമുക്ക് പരിശീലിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ആൾക്കാർ നമ്മൾ പഠിച്ചെടുക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഇത് സക്സസ് ആവത്തുള്ളൂ. അടുത്തായിട്ട് പ്രിൻസിപ്പോൾ എന്ന ആള് 3 ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓരോന്നായിട്ട് ഞാൻ പറയാം. എറണാകുളത്ത് മണ്ണ് പരിശോധന ചെയ്യുന്ന സ്ഥലങ്ങൾ അറിയുമോ? അത് നിങ്ങളുടെ തൊട്ടടുത്ത് കൃഷിഭവനിൽ ചോദിച്ചാൽ അറിയാൻ കഴിയും. എറണാകുളത്ത് കാർഷിക സർവകലാശാലയുടെ ക്യാമ്പസുകളുണ്ട്. അതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെ സോയിൽ ടെസ്റ്റിംഗ് ലാബുണ്ട്. അവിടെയാണ് ഇത് മണ്ണ് സാമ്പിൾ കൊണ്ടുപോയിട്ട് പരിശോധിക്കേണ്ടത്. കുരുമുളക് നടുന്ന രീതി ഒന്ന് വിശദീകരിക്കാമോ? ഇതും പ്രിൻസിൻ്റെ ചോദ്യം തന്നെയാണ്. കുരുമുളക് നടുന്നതിനെ കുറിച്ച് വിശദമായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. കുരുമുളക് നടാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് താങ്ങുകാലിൻ്റെ ചുവട്ടിലാണ്. താങ്ങുകാലിൻ്റെ വടക്ക് വശത്താണ് കുരുമുളക് നടേണ്ടത്. വടക്ക് വശത്ത് നടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കൻ വെയിൽ അടിക്കാതിരിക്കാൻ. തെക്കൻ വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര തീക്ഷ്ണമായ വെയിലാണ്, കരിഞ്ഞു പോകും. അങ്ങനെ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വടക്ക് വശത്താണ്. താങ്ങുകാലിൻ്റെ വടക്ക് വശത്ത് ഒരു 1/2 മീറ്റർ വീതി നീളം ആഴത്തിലുള്ള കുഴിയെടുക്കണം. ആദ്യം കുഴിയെടുക്കുക. അപ്പം
താങ്ങുകാലിൻ്റെ മരമാണെങ്കിൽ, അതായത് പിന്നെ PVC പൈപ്പോ അല്ലെങ്കിൽ കോൺക്രീറ്റ് പൈപ്പുകളോ ഒന്നും അല്ലെങ്കിൽ നമുക്ക് താങ്ങുകാലിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു ഒരു 1.5 അടി അകലത്തിൽ വേണം കുഴിയെടുക്കാൻ. 1.5 അടി അകലത്തിൽ കുഴിയെടുത്ത് 1/2 മീറ്റർ താഴ്ചയുള്ള കുഴി എടുത്തിട്ട് ആ കുഴിയിൽ നിന്ന് എടുക്കുന്ന മേൽമണ്ണ് ഒരു 1/2 കിലോ ഡോളോമേറ്റും ചേർത്ത് ഈ കുഴിയുടെ 1/4 ഭാഗം നിറച്ചിടുക. എന്നിട്ടൊരു 10-15 ദിവസം നനച്ചിടണം, മഴയല്ലെങ്കിൽ. നനച്ചിട്ടതിന് ശേഷമാണ്, അതായത് ഈ കുമ്മായ ഇടുന്നത് മണ്ടപ്പുളി കുറയ്ക്കാനാണ്. അതിനുശേഷം ഒരു 1/2 കിലോ വേപ്പും പിണ്ണാക്കും 1/2 കിലോ രാജിഫോസും കൂടെ ഇതിനകത്ത് ഇടണം. ഒപ്പം ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഒരു 4-5 കിലോ എങ്കിലും ഈ കുഴിയിലിട്ട് ഈ മണ്ണ് 1/4 ഭാഗം കിടക്കാണല്ലോ, അതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഈ തൈ നടാൻ. തൈ നടുമെന്ന് പറഞ്ഞാൽ ഒരു താങ്ങുകാലിൻ്റെ വീട്ടിൽ 2-3 തൈകൾ നടാം. അപ്പം നടുമ്പോൾ നമ്മൾ വടക്ക് വശത്താണ് നടുന്നതെങ്കിൽ കൂടി തുടക്കകാലത്ത് ഒരു തണൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം. തണൽ കൊടുക്കണം വേനൽക്കാലത്ത്. പിന്നെ നട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ചുവട്ടിൽ കുറച്ച് കരിയില ഇട്ടേക്കണം. കരിയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചൂട് തട്ടാതിരിക്കാനും ഉണക്ക് തട്ടാതിരിക്കാനും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ കരിയിലയും കൂടെ ഈ നട്ട് കഴിഞ്ഞ് തൈ നട്ടിട്ട് മുകളിൽ കരിയിലയും കൂടെ പൊതയും കൂടെ ഇട്ട് വേണം ഈ നമ്മൾ നടീൽ ക്രമം പൂർത്തീകരിക്കാൻ. അപ്പം അങ്ങനെയാണ് നടീൽ. അടുത്ത ചോദ്യം പ്രിൻസിപ്പളിൻ്റെ തന്നെയാണ്. ജാതി, കുരുമുളക് ഫോളിയാർ വളങ്ങൾ ചെയ്യുന്ന രീതി ഒന്ന് വിശദീകരിക്കാമോ? അപ്പം ജാതിക്കും കുരുമുളകിനും ഈ വാട്ടർ സോല്യൂബിളായിട്ട് വെള്ളത്തിൽ കലക്കി തളിക്കുന്ന വളങ്ങളാണ് ഫോളിയാറായിട്ട് ഇലകൾ തളിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പ്രധാനമായി വേണ്ടുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, ഇത് 3 എണ്ണവും കഴിയുന്നതും നമ്മൾ മണ്ണിൽ തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം അളവിൽ കൂടുതൽ വേണ്ടതാണ്. ജാതിക്കാണെങ്കിലും കുരുമുളകിനാണെങ്കിലും നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും ഒക്കെ കൂടുതൽ അളവ് വേണ്ടതാണ്. അത് ഫോളിയാറായിട്ട് കൊടുക്കുന്നത് വളരെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ NPK വളങ്ങളെല്ലാം ഈ ചോട്ടിൽ തന്നെ കൊടുക്കുക. പിന്നെ സൂക്ഷ്മമൂല വളങ്ങൾ ജാതിക്കും കുരുമുളകിനുമൊക്കെ പിന്നെ ബോറോൺ എന്ന് പറയുന്ന മൂലകത്തിൻ്റെ വലിയ പ്രശ്നമുണ്ട്. ബൊറാക്സ് എന്ന് പറയുന്ന വളം ചോട്ടിലിടാം, അല്ലെങ്കിൽ ഫോളിയാറായിട്ട് ചെയ്യാം. ഈ സൂക്ഷ്മ മൂലക പോഷകങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള വളങ്ങൾ ഫോളിയാറായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അത് നിർബന്ധമായിട്ടും നമ്മൾ ജാതിക്കും കുരുമുളകിനും കൊടുക്കുകയാണെങ്കിൽ, അതായത് സൂക്ഷ്മ പോഷക മൂലകങ്ങൾ അടങ്ങിയ വളങ്ങൾ ഫോളിയാറായിട്ട് കൊടുക്കുകയാണെങ്കിൽ, ബോറോൺ മാത്രമല്ല എല്ലാം കൂടെ ചേർന്നിട്ടുള്ള സൂക്ഷ്മ മൂലക വളക്കൂട്ട് വാങ്ങിക്കാൻ കിട്ടും. അത്തരം വളങ്ങൾ ജാതിയിലും കുരുമുളകിലും തളിച്ചു കൊടുത്താൽ കായ് പൊഴിച്ച് നമ്മുടെ ജാതിക്ക പൊഴിഞ്ഞു പോവുക ബോറോണിൻ്റെ ഡെഫിഷ്യൻസിയാണ്. അതുപോലെ കുരുമുളകിൻ്റെ തിരി പൊഴിഞ്ഞു പോവുക, അതുപോലെ കുരുമുളകിൻ്റെ മണി ഉതിർന്നു വീഴുക, ഇതൊക്കെ ബോറോണിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് പരിഹരിക്കാൻ ഏറ്റവും നല്ല ഫോളിയാർ വളങ്ങളാണ്. അത് നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ഒരു 5 ഗ്രാം എന്ന തോതിൽ ഈ പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത് ഫോളിയാറായിട്ട് ചെയ്തു കൊണ്ടിരുന്നാൽ ഈ പറയുന്ന നഷ്ടങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് ഫോളിയാർ ചെയ്യുന്നത്. അടുത്ത ചോദ്യം സലിം എന്ന ആളാണ് ചോദിച്ചിരിക്കുന്നത്. അതും കുരുമുളകിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. സാർ, കുരുമുളകിൻ്റെ നടീൽ വസ്തുവിൻ്റെ പ്രായം വ്യക്തമാക്കണം. ചെന്തല ഉണ്ടായി എത്ര മാസം കഴിഞ്ഞ് നടാനെടുക്കാം? അപ്പോൾ കുരുമുളകിൻ്റെ വള്ളി നമ്മൾ നല്ല കുരുമുളകിൻ്റെ ചോട്ടിൽ നിന്നുണ്ടാകുന്ന ചെന്തലകൾ എടുത്തിട്ടാണ് നടുന്നതെന്ന് ഞാൻ പറഞ്ഞു, നേരത്തെ നമ്മുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം. അപ്പോൾ ചെന്തല നമ്മുടെ ജൂൺ മാസത്തിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഈ കാലവർഷത്തിൽ ആ മഴക്കാല ആരംഭത്തിലൊക്കെയാണ് ഇതിന് ചുവട്ടിൽ ഈ ചെന്തലകൾ ഉണ്ടാകുന്നത്. ഈ ചെന്തലകൾ ഉണ്ടായി വരുമ്പോൾ, വളർന്നു വരുമ്പോൾ മണ്ണിന് സമാന്തരമായിട്ടാണ് ഇത് വളർന്നു വരുന്നത്. ഈ ചെന്തലകൾ കണ്ടാൽ നമുക്കറിയാം മുട്ടുകൾ അടുത്തടുത്തായിരിക്കും ചെന്തലകൾ. വെള്ളത്തണ്ടെന്ന് പറഞ്ഞ് വേറൊരു തണ്ട് വരും. അതിന് ഈ മുട്ടുകൾ വളരെ അകലത്തിലും ഇലകൾ കുറവുമായിരിക്കും. അത്തരം വള്ളികളല്ല നമ്മൾ നടാൻ ഉപയോഗിക്കേണ്ട ചെന്തലകൾ. മുട്ടുകൾ അടുത്തും ഇലകളുള്ളതുമായിട്ടുള്ള കരുത്തുറ്റ ഈ ഏറ്റവും താഴേന്ന് വരുന്ന മുളച്ചു വരുന്ന വള്ളിയാണ് ചെന്തല. ഈ ചെന്തലകൾ ഇങ്ങനെ വളർന്നു വരുമ്പോൾ നമ്മളൊരു കമ്പ് എന്തെങ്കിലും അതിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട്, കുരുമുളകിൻ്റെ കൊടിയുടെ ചുവട്ടിൽ വെച്ചിട്ട്, ഈ വളർന്നു വരുന്ന ഈ ഭൂമിക്ക് സമാന്തരമായിട്ട് പടർന്നു പോകാതിരിക്കാൻ വേണ്ടി ഇതിൽ നമ്മൾ ചുരുട്ടി വെക്കുക. ചുരുട്ടി കെട്ടി ഞാത്തി ഇടുകയാണെങ്കിൽ ഈ പിന്നെ വള്ളികൾ മണ്ണിൽ പടർന്നിട്ട് വേര് പിടിക്കാതെ പോകും. എന്നുവെച്ചാൽ അല്ലെങ്കിൽ ഈ മുട്ടിൽ നിന്ന് വേര് പിടിച്ച് അതങ്ങ് പടർന്ന് അങ്ങോട്ട് പോകും. അങ്ങനെ പോകാതിരിക്കാനാണ്. അപ്പം നമ്മളൊരു 5-10 മാസം പ്രായമുള്ള ചെന്തലകളാണ് നടാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അടുത്ത ചോദ്യം, ശാസ്ത്രീയമായ പ്രൂണിങ്ങിനെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്താൽ നന്നായിരിക്കും.
അപ്പോൾ പ്രൂണിങ്ങിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ, പല വീഡിയോയിലും പ്രൂൺ ചെയ്യണം, ഈ പിന്നെ പല വൃക്ഷങ്ങളൊക്കെ പ്രത്യേകിച്ച് പ്ലാവും മാവും പേരയും അങ്ങനെ എന്ത് സാധനമാണെങ്കിലും ഒന്ന് റംബൂട്ടാനും ഒക്കെ പ്രൂൺ ചെയ്യണമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രൂൺ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായ ശീലങ്ങൾ കോതി മാറ്റി അങ്ങനെ മാറ്റുമ്പോൾ നമ്മുടെ ഈ തായ്തടിയിൽ നന്നായിട്ട് വെയിലടിക്കുമ്പോഴാണ് കൂടുതലായിട്ട് അതിന് പൂക്കാനും കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാവാനും ഒരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെയാണ് കൂടുതലായിട്ട് അതിന് ഫലങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനാണ് ഈ പ്രൂണിങ് വേണമെന്ന് പറഞ്ഞത്. പിന്നെ പ്രൂണിങ് എന്തിനാണെന്ന് വെച്ചാൽ ഉയരം നമുക്ക് ക്രമീകരിക്കാം. വല്ലാണ്ട് ഉയരത്തിലേക്ക് പ്ലാവ് വളർന്നു പോകാതിരിക്കാനും മാവ് വളർന്നു പോകാതിരിക്കാനും അത്തരത്തിലുള്ള ഫലവൃക്ഷം വളർന്നു പോകാതിരിക്കാനും ശരിക്കും നാമ്പ് തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഉയരം ക്രമീകരിക്കാം. അതൊക്കെ പ്രൂണിങ്ങിൽ പെടുന്നതാണ്. അപ്പോൾ ഈ ചോദ്യം, ഈ ഒരു നിർദ്ദേശം തന്നിരിക്കുന്നത്, അതായത് വിശദമായൊരു വീഡിയോ പ്രൂണിങ്ങിനെ കുറിച്ച് വിശദമായൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ദിലീപ് കുമാറാണ്. ദിലീപ് കുമാറെ നോക്കട്ടെ, നമുക്ക് ശ്രമിക്കാം. ഉടനെ തന്നെ അങ്ങനെ ഒരു വീഡിയോ നമുക്ക് ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത ചോദ്യം കാവിൽക്കടവ് ഫാം എന്ന ഐഡിയയിൽ നിന്നാണ്. ഗ്രോ ബാഗിൽ വളർത്തുന്ന ശീമച്ചേമ്പിന് ചാരം എത്ര അളവിൽ കൊടുക്കാം, അല്ലെങ്കിൽ പൊട്ടാഷ് എത്ര ഗ്രാം കൊടുക്കാം? അപ്പം നമ്മൾ ഗ്രോ ബാഗിൽ നടത്തുന്ന കൃഷി ചെയ്യുന്ന ഏത് വിളകൾക്കും നമുക്ക് ചാരം കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചാരം ആവശ്യത്തിനുണ്ടെങ്കിൽ നമുക്ക് ചാരം തെങ്ങിന് പോലും ഇടാം. ചാരത്തിനകത്ത് കാൽസ്യം എന്ന് പറയുന്ന മൂലകവും അതുപോലെ തന്നെ പൊട്ടാഷും ഉണ്ട്. പക്ഷെ ശതമാനം വളരെ കുറവാണ്, 2% ഒക്കെയാണ്. എന്ന് വെച്ചാൽ 1 കിലോയിൽ 20 ഗ്രാം വരെയൊക്കെ ആയിരിക്കും പൊട്ടാഷോ അല്ലെങ്കിൽ പിന്നെ കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ടാവുക. അപ്പം പിന്നെ ഈ ശീമച്ചേമ്പിന് പൊട്ടാഷ് എന്ന് പറഞ്ഞ മൂലകം വളരെ അളവിൽ കൂടുതൽ വേണ്ടതാണ്. മണ്ണിൽ വളർത്തുകയാണെങ്കിൽ മണ്ണിൽ നിന്ന് ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കുന്നത് പൊട്ടാഷാണ്. അപ്പോൾ ഈ പൊട്ടാഷ് വളരെ അളവിൽ വേണ്ടതായതുകൊണ്ട് ഈ ചാരം മാത്രം കൊടുത്തത് കൊണ്ട് നല്ലപോലെ ചേമ്പുണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൊട്ടാഷാണ് കൊടുക്കേണ്ടത്. പൊട്ടാഷ് 2 തവണയായിട്ട് ഒരു 50 ഗ്രാം വീതം, വലിയ ചേമ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്, വലിയ ചേമ്പിന് ഒരു 50 ഗ്രാം വീതമൊക്കെ നമുക്ക് കൊടുക്കാം. പൊട്ടാഷ് മാത്രമല്ല വേണ്ടത് കേട്ടോ, നൈട്രേൻ വേണം, പൊട്ടാഷ് വേണം, ഫോസ്ഫറസ് വേണം, അപ്പോൾ NPK വളങ്ങളെല്ലാം വേണം. അപ്പോൾ അത് കൂടാതെ സൂക്ഷ്മ മൂലക വളങ്ങളും ധാരാളം വേണം. അപ്പോൾ അതിന് ചാരമിടാം. അതുപോലെ തന്നെ നമുക്ക് നല്ലപോലെ കമ്പോസ്റ്റ് വളം ചെയ്യാം. ഏറ്റവും നല്ല ട്രൈക്കോഡർമ കമ്പോസ്റ്റിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണുക. അപ്പോൾ ട്രൈക്കോഡർമ കമ്പോസ്റ്റിനകത്ത് നിന്ന് സൂക്ഷ്മ മൂലകങ്ങളെല്ലാം കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും കിട്ടാൻ നമുക്ക് ഫാക്ടംപോസും പൊട്ടാഷും രണ്ടും കൂടെ ചേർന്ന് ഒരു 50 ഗ്രാം വീതം 2 തവണ നട്ട് 1 മാസം കഴിഞ്ഞ് ഒന്ന് കൊടുക്കാം. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞ് ഒന്നും കൂടെ കൊടുക്കാം. ഒന്നും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള നൈട്രജനുമായി, ഫോസ്ഫറസുമായി, പൊട്ടാഷുമായി. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ചാരം കൊണ്ട് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് പൊട്ടാഷ് കിട്ടണമെന്നില്ല. അടുത്ത ചോദ്യം റോബിയുടെയാണ്. ബബ്ലൂസ് നാരങ്ങയ്ക്ക് രുചിയില്ല, മധുരവുമില്ല, പുളിയുമില്ല, സ്പോഞ്ച് കടിക്കുന്ന പോലെ, എന്തിൻ്റെയെങ്കിലും കുറവാണോ? ബബ്ലൂസ് എന്ന് പറഞ്ഞാൽ ചില ദിക്കുകളിൽ നമ്മുടെ കമ്പിളി നാരകം എന്ന് പറയും. ഈ ബബ്ലൂസ് നാരങ്ങ അഥവാ കമ്പിളി നാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഇനങ്ങളുണ്ട്. നല്ല മധുരമുള്ളതുണ്ട്, ചുവന്നതുണ്ട്, വെളുത്ത നിറത്തിൽ. അതിനകത്തിലെ അല്ലികളുടെ കാര്യമാണ്, കളറിൻ്റെ കാര്യം പറഞ്ഞു, പല ഇനങ്ങളുണ്ട്. അപ്പോൾ ഈ ഇനത്തിൻ്റെ മോശം കൊണ്ടും ഇങ്ങനെ സ്പോഞ്ച് പോലെ ആകാൻ സാധ്യതയുണ്ട്. പിന്നെ പോഷകങ്ങളുടെ കുറവുണ്ട്. അപ്പം നാരങ്ങയ്ക്ക് നല്ല രുചിയും മധുരമൊക്കെ കിട്ടണമെങ്കിൽ അതിന് വേണ്ടത്ര അളവിൽ പൊട്ടാഷ് വേണം, പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ വേണം. അതേപോലെ തന്നെ സൂക്ഷ്മ മൂലകങ്ങൾ വേണം. അതേപോലെ തന്നെ കാൽസ്യം മണ്ണിലുണ്ടാവണം. അപ്പം നമ്മൾ ഇതിനൊരു വളം ഒക്കെ കൊടുത്ത് ഈ ബബ്ലൂസിന് ഈ പൊടുന്നനവയാണോ ഇങ്ങനെ ആയത് എന്ന് പറഞ്ഞിട്ടില്ല, ചോദ്യത്തിലില്ല. പൊടുന്നനവയാണ് ഈ രുചിയും മധുരവും ഇല്ലാതായെങ്കിൽ പോഷകങ്ങളുടെ കുറവാണ്. അതേസമയം ഈ പറയുന്ന കമ്പിളി നാരകം ഇന്ന് വരെ ഉണ്ടായതെല്ലാം ഈ രീതിയിലുള്ളതാണെങ്കിൽ അത് മോശം ഇനമാണ്, അതിനെ ഒഴിവാക്കുക, എന്നിട്ട് നല്ലൊരെണ്ണം നടുക എന്നുള്ളതാണ് എൻ്റെ പ്രതിവിധി. അപ്പോൾ ഇത് പൊടുന്നനവേ ഉണ്ടായതാണ്. ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായതെങ്കിൽ നമുക്ക് വർഷകാല ആരംഭത്തിൽ ആദ്യം ഇതിൻ്റെ വലിപ്പം അനുസരിച്ച് 1/2 കിലോ മുതൽ 1 കിലോ ഡോളോമേറ്റ് ആദ്യം ഇട്ട് കൊടുക്കുക. ഒരു 2 ആഴ്ച മഴയില്ലെങ്കിൽ നനച്ചതിന് ശേഷം ഒരു 10 കിലോ എങ്കിലും ജൈവവളം കൊടുക്കുക. ട്രൈക്കോഡർമ കമ്പോസ്റ്റ് തന്നെ ആയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ട്രൈക്കോഡർമ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മഴ മാറ്റത്തോടുകൂടി ഫാക്ടംപോസും പൊട്ടാഷും ഒക്കെ കൊടുക്കാം. ഫാക്ടംപോസും പൊട്ടാഷും ഒരു വലിപ്പത്തിൻ്റെ അനുസരിച്ചും ആ മരത്തിൻ്റെ പ്രായം അനുസരിച്ചും നമുക്ക് അളവ് നിശ്ചയിക്കേണ്ടി വരും.
എങ്കിലും ശരാശരി ഒരു ഒരു 100 ഗ്രാമൊക്കെ ഇത് രണ്ടും കൂടെ ചേർന്ന മിശ്രിതം ഫാക്ടംഫോസും പൊട്ടാഷും ഇട്ട് കൊടുക്കാം. അതുകൂടാതെ അതിട്ട് ഒരു മാസം കഴിഞ്ഞ് ഒരു 50 ഗ്രാം ബൊറാക്സ് എന്ന് പറഞ്ഞൊരു വളമുണ്ട്. ബോറോൺ ചേർന്ന ബോറോൺ അടങ്ങിയ ഒരു മൂലകം അടങ്ങിയ ഒരു വളമാണ് ബൊറാക്സ്. ബൊറാക്സും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതുകൂടാതെ ഒരു 100 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റ്. ഇതെല്ലാം വെവ്വേറെയായിട്ട് വേണം കൊടുക്കേണ്ട, ഒരുമിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ വർഷവും മാറി മാറി ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു പക്ഷേ ഈ പ്രശ്നം മാറിക്കിട്ടും. അപ്പം റോബി ചോദിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഇനിയും ചോദ്യങ്ങൾ ചോദിക്കുക. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സന്തോഷ് VS എന്ന ആളാണ്. സാർ, ഈ പ്രോഗ്രാം വളരെ ഉപകാരപ്രദമാണ്, നന്ദി. കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ ഉണങ്ങിയ മണ്ണ് നല്ല ഹാർഡാണ്, പോഷകവും കുറവാണ്. ഇവിടെ ഫലപ്രദമായി ചെയ്യാൻ പറ്റിയ ഫലവൃക്ഷങ്ങൾ ഏതൊക്കെയാണ്? മാവ്, പ്ലാവ് എന്നിവ അല്ലാതെ മണ്ണിനെ റീസ്ട്രക്ചർ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം? അപ്പോൾ ചോദ്യം ഇത്തിരി വലിയ വിശാലമായ ഒരു കാര്യമാണ്. തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ പ്രദേശം എന്ന് പറയുമ്പോൾ എവിടെയാണെന്ന് മനസ്സിലായില്ല. എങ്കിലും ഞങ്ങളോടൊരു കോംപ്ലിമെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം സന്തോഷേ, ഞങ്ങളും തിരിച്ച് നന്ദി പറയുകയാണ്. പ്രോഗ്രാം നന്നായി എന്നറിഞ്ഞതിൽ പ്രേക്ഷകരുടെ ഇതുപോലുള്ള എന്താ പറയുക, അഭിനന്ദനങ്ങളാണ് ഞങ്ങളെ ഈ പരിപാടി തുടരാൻ പ്രേരിപ്പിക്കുന്നതെന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ പറയൂ, ചീത്തയാണെങ്കിലും ചീത്തയാണെന്ന് പറഞ്ഞോളൂ. അല്ലെ ഇങ്ങനെ മെച്ചപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങൾ സ്വീകരിക്കേണ്ടത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും പറ്റുമെങ്കിൽ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ കൃത്യമായി ചെയ്യുകയും അതോടൊപ്പം തന്നെ ആവശ്യമുള്ള മറ്റു കർഷകരിലേക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവരിലേക്ക് നമ്മുടെ പ്രോഗ്രാമൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ഇതുവരെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും നമ്മുടെ ഉത്തരത്തിലേക്ക് പോവുകയാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങൾ ഉണങ്ങിയ മണ്ണ് നല്ല ഹാർഡാണ്, പോഷകവും കുറവാണ് ഇവിടെ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്തരം മണ്ണിലെ നല്ലതുപോലെ ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ നന്നായിട്ട് ആഴത്തിൽ ട്രാക്ടർ കൊണ്ട് ഉഴുക. ഈ ട്രാക്ടർ കൊണ്ട് ഉഴുതതിന് ശേഷം അതിൽ വേണ്ടത്ര അളവിൽ നല്ല രീതിയിൽ ജൈവാംശം കൊടുക്കുക എന്നുള്ളതാണ്. ജൈവാംശം ഉണ്ടാകുമ്പോൾ ഈ ഹാർഡ്നെസ് കുറയും. ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൻ്റെ കട്ടി കുറയും. അപ്പോൾ കരിയിലയും അതുപോലെ തന്നെ നമ്മുടെ വാഴക്കൊല വെട്ടിയ ശേഷം വാഴത്തട അരിഞ്ഞിട്ടതും അതുപോലെ തന്നെ അടുക്കള അവശിഷ്ടങ്ങളും നമ്മുടെ ചീമക്കൊന്നയുടെ ഇലയും പാഴ്മരങ്ങളുടെയൊക്കെ കൊമ്പ് കോതിയതും ഒക്കെ നമുക്ക് ഒന്നരം കമ്പോസ്റ്റാക്കി മാറ്റാൻ പറ്റും. കമ്പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പറമ്പിൽ തന്നെ, അത്തരം പറമ്പിൽ ഈ 1 മീറ്റർ താഴ്ചയിൽ ഒരു കുഴി എടുക്കുക. നീളവും വീതിയും നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് തീരുമാനിക്കുക. എന്നിട്ട് ഈ കിട്ടുന്ന ഞാൻ ഈ പറഞ്ഞ ജൈവവസ്തുക്കളൊക്കെ പതിവായിട്ട് കുഴിയിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുക. അടുത്ത വീട്ടിലോ അല്ലെ നിങ്ങൾക്ക് പശുവിൻ്റെ കൃഷി ഉണ്ടെങ്കിൽ ചാണകം ഇടയ്ക്കിടയ്ക്ക് കുഴമ്പാക്കി, ആവശ്യമില്ല ഉണ്ടെങ്കിൽ ലഭ്യമാണെങ്കിൽ കുഴമ്പാക്കി ഒഴിക്കുക. അങ്ങനെ കുഴി നിറയുമ്പോൾ പൂർണ്ണമായും മണ്ണിട്ട് മൂടി ഒരു പച്ചവലയം കാണും വെട്ടിയിട്ടിട്ട് കുഴിയുടെ മുകളിൽ ഒരു അടയാളത്തിന് വേറൊരു കുഴി എടുക്കുക. ഇതേപോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ഈ നിറഞ്ഞ കുഴി 2-3 മാസം കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായും മണ്ണിട്ട് മൂടി 2-3 മാസത്തിന് ശേഷം ഇത് പൊട്ടിച്ചെടുത്താൽ ഒന്നാന്തരം കമ്പോസ്റ്റ് വളം കിട്ടും. അപ്പോൾ ഈ കമ്പോസ്റ്റ് വളം ധാരാളമായിട്ട് നമ്മുടെ കൃഷികൾക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നാൽ മണ്ണിൻ്റെ ഈ ഹാർഡ്നെസ് ക്രമേണ ഇല്ലാതായിക്കൊണ്ടിരിക്കും, നല്ല സോഫ്റ്റായി വരും. അതോടൊപ്പം തന്നെ നമ്മുടെ ചകിരിച്ചോറ് കമ്പോസ്റ്റും ചേർക്കാം. ചകിരിച്ചോറ് അങ്ങനെ തന്നെ വേണമെങ്കിൽ തെങ്ങിൻ്റെ ചോട്ടിലും മറ്റേ വിളകളുടെയൊക്കെ ചോട്ടിലും ഇട്ട് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഈ ഹാർഡ്നെസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഫലഭൂഷ്ടമാക്കുകയും ചെയ്യാം. ഈ പ്രവർത്തനത്തിലൂടെ മണ്ണിനെ ഫലഭൂഷ്ടമാക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ആദ്യത്തെ ഹാർവസ്റ്റിൽ ആദ്യത്തെ പ്ലവിങ്ങിൽ നമ്മൾ ട്രാക്ടർ കൊണ്ടോ ടില്ലർ കൊണ്ടോ പ്ലവ് ചെയ്യുമ്പോൾ 1 സെൻറ്റിന് മിനിമം ഒരു 2 കിലോ എന്ന രീതിയിൽ ഡോളോമേറ്റ് ചേർത്ത് വേണം ഉഴവ് നടത്താൻ, പ്ലവിങ് നടത്താൻ. അപ്പം ഡോളോമേറ്റ് ചേർക്കുമ്പോൾ മണ്ണിൻ്റെ പുളി കുറഞ്ഞു കിട്ടും. പുളി കുറഞ്ഞു കിട്ടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലഭൂഷ്ടമാകുന്നതിൻ്റെ ഒരു ആദ്യത്തെ ഘട്ടം അതാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ മണ്ണെപ്പോഴും മണ്ണിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഇവിടെ അടുത്ത അതിനകത്തിലെ തന്നെ ചോദ്യമാണ് സന്തോഷിൻ്റെ. ഈ ഭാഗങ്ങൾ ചെയ്യാൻ പറ്റിയ ഫലവൃക്ഷങ്ങൾ ഏതൊക്കെയാണ്? മാവ്, പ്ലാവ് അല്ലാതെ
അപ്പം മാവും പ്ലാവും ഒക്കെ നന്നായിട്ട് ആ പ്രദേശങ്ങളിൽ ഉണ്ടാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ റംബൂട്ടാൻ കൃഷി നല്ലതാണ്. പിന്നെ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യാം. ആദായകരമായ കൃഷിയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. 8ാമത്തെ മാസം നട്ട് 8ാമത്തെ മാസം നമുക്ക് വിളവെടുപ്പ് തുടങ്ങാം. 10-25 വർഷം സ്ഥിരമായി വരുമാനം നേടാം. റംബൂട്ടാനാണെങ്കിൽ നല്ല ഇനങ്ങൾ വാങ്ങിയിട്ട് കൃഷി ചെയ്യണം. NIT പോലെയുള്ള നല്ല ഇനങ്ങൾ വാങ്ങി കൃഷി ചെയ്യുകയാണെങ്കിൽ അത് ഗ്രാഫ്റ്റഡ് ആണെങ്കിൽ നന്നായിരിക്കും, വളരെ പെട്ടെന്ന് തന്നെ കായ്ക്കും. 3ാമത്തെ വർഷമൊക്കെ കായ്ക്കുന്ന ഇനങ്ങളൊക്കെ നമുക്ക് നല്ല നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത്തരത്തിലുള്ള റംബൂട്ടാനുകളും പിന്നെ ഒട്ടനവധി വിദേശ ഇനങ്ങൾ ഉണ്ട്. പിന്നെ എന്തിന് നമ്മുടെ വാഴ തന്നെ നല്ലൊരു ഇതാണല്ലോ, വാഴ കൃഷി നടത്താം. ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ആ മണ്ണിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി കൊടുക്കാം. ഈ മണ്ണിനെ ഇത്തരത്തിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം, എന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ അടുത്തത് ഒരു വലിയ ചോദ്യമാണ്. ചോദ്യവും കുറച്ച് അഭിപ്രായങ്ങളും ഒക്കെയാണ്. അത് റെജിമോൾ PR എന്ന ആളാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു റിട്ടയർഡ് അധ്യാപികയാണ്. അപ്പം കുറേ വലിയൊരു ദീർഘമായ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ചോദ്യങ്ങളും ഒക്കെ കൂടെ ചേർന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ്, ഞാനിത് വായിക്കാം. ഞാൻ അടുത്ത് റിട്ടയറായ ഒരു അധ്യാപികയാണ്. ഈയിടെയാണ് കൃഷി സീരിയസ് ആയി തുടങ്ങുന്നത്. അതിനാൽ ധാരാളം സംശയങ്ങളുണ്ട്. സാറിൻ്റെ ഈ വീഡിയോകൾ അതിനാൽ എന്നെപ്പോലുള്ളവർക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. താങ്ക് യു ടീച്ചറെ. എങ്ങനെ ജൈവവളം മഴയുടെ തുടക്കത്തിൽ തന്നെ ഇട്ടുമൂടി, എന്നാൽ ഇപ്പോൾ വലിയ ഇളനീർ വീണു പോകുന്നു. ഒരു തെങ്ങിൽ നിന്ന് 3 എണ്ണം വരെ വീണുപോയി. എന്താ ചെയ്യേണ്ടത്? അപ്പം ടീച്ചർ ഏതായാലും നമ്മുടെ വീഡിയോകളെല്ലാം കാണുന്നുണ്ടല്ലോ. തെങ്ങിനെ സംബന്ധിച്ചുള്ള ഒരു 3-4 വീഡിയോകളുണ്ട് നമ്മളുടെ. അതിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ചും മറ്റും ഒക്കെ വിശദമായി പറയുന്ന വീഡിയോകളുണ്ട്. അപ്പം തെങ്ങിൻ്റെ വെള്ളയ്ക്ക പൊഴിയുന്നത് എന്താ കാരണമെന്ന് മറ്റുമൊക്കെ ആ വീഡിയോയിലുണ്ട്. എങ്കിലും ഞാൻ ടീച്ചർ ചോദിച്ചുകൊണ്ട് പറയുകയാണ്. വേണ്ടത്ര പോഷകമില്ലാത്തത് കൊണ്ട് അങ്ങനെ കൊഴിയാം. അതുപോലെ വേണ്ടത്ര ജലസേനമില്ലെങ്കിൽ കൊഴിയാം. വെള്ളം കെട്ടി നിന്നാൽ കൊഴിയാം. അതുപോലെ രോഗം കൊണ്ട് കൊഴിയാം, കീടങ്ങൾ കൊണ്ടും കൊഴിയാം. അപ്പോൾ ഇതിലെന്താണ് കാരണമെന്ന് നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോകൾ ഉപകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ പിന്നെ ആ വീഡിയോകൾ കണ്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ചോദിക്കുക, തീർച്ചയായിട്ടും മറുപടി തരാം. എന്തായാലും സമീകൃതമായിട്ട് ജൈവവളങ്ങളും രാസവളങ്ങളും കൊടുക്കണം. എങ്കിൽ മാത്രമേ തെങ്ങല്ല ഏത് വിളയാണെങ്കിലും പ്രാപ്തിയിലെത്തുള്ളൂ. അപ്പം തെങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മഴക്കാല ആരംഭത്തിൽ തടവെടുത്തിട്ട് 2 കിലോ ഡോളോമേറ്റ് ഇടുക. ഡോളോമേറ്റ് ഇട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് 25 കിലോയെങ്കിലും ജൈവവളം ഇടണം. മഴ മാറ്റത്തോടുകൂടി വേണ്ടത്ര അളവിൽ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ രാസവളങ്ങൾ കൊടുക്കണം. കമ്പോസും നല്ല ഈൽഡൊക്കെ ഉണ്ടാവുന്നതാണ്. നല്ല ആരോഗ്യമുള്ള തെങ്ങാണെങ്കിൽ ശരാശരി ശുപാർശയാണ് പറയുന്നത്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. 1 കിലോ കമ്പോസ് 1 കിലോ പൊട്ടാഷ്യം കൊടുക്കുക ആദ്യം. ആ കൊടുത്തതിന് ശേഷം 1 മാസം കഴിഞ്ഞ് 150 ഗ്രാം ബൊറാക്സ് എന്ന് പറഞ്ഞ വളം കൊടുക്കണം. മച്ചിങ്ങ കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പോഷകം കിട്ടാനുള്ള വളമാണ് ബൊറാക്സ്. അത് കഴിഞ്ഞ് വീണ്ടും 1 മാസം കഴിഞ്ഞ് 1/2 കിലോ മഗ്നീഷ്യം കൊടുക്കണം. അത് കഴിഞ്ഞ് വീണ്ടും 2ാം മഴക്കാലം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു മഴക്കാലം തീരാൻ പോകുമ്പോൾ 1 കിലോ യൂറിയയും 1 കിലോ പൊട്ടാഷ്യം 1 കിലോ വേപ്പും പിണ്ണാക്കും ഇട്ട് മണ്ണിട്ട് മൂടി തടം മൂടി പൊതയിട്ട് വേനൽക്കാലത്ത് വേണ്ടത്ര ഈർപ്പവും കൊടുത്തു കഴിഞ്ഞാൽ, നനവ് കൊടുത്തു കഴിഞ്ഞാൽ തെങ്ങിൻ്റെ അത് തുടർച്ചയായിട്ട് ചെയ്യണം. 1 വർഷമല്ല, എല്ലാ വർഷവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരാം. തെങ്ങിനെ നമുക്ക് റിജുവനേറ്റ് ചെയ്ത് കൊണ്ടുവരാം. തെങ്ങിനെ ഫലപ്രാപ്തിയിലെത്തി നല്ല വിളവിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇത് ഞാനൊരു പൊതു ശുപാർശയാണ് പറഞ്ഞത്. ശരിയായിട്ട് ഉള്ള പരിശോധനയ്ക്ക് മാത്രമേ, മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വളത്തിൻ്റെ അളവ് നിശ്ചയിക്കുന്നത്. ഞാനിതൊരു ചെറിയ പൊതു ശുപാർശ, 80 മുതൽ 100 തേങ്ങ വരെ കിട്ടുന്ന തെങ്ങിനുള്ള ഒരു ശുപാർശയാണ് പറഞ്ഞത്. അതുപോലെ കുറച്ച് കവുങ്ങ് വെച്ചിട്ടുണ്ട്. അതും ടീച്ചറുടെ ചോദ്യം ആണ്. റെജിമോൾ എന്ന് പറഞ്ഞ ടീച്ചറിൻ്റെ ചോദ്യമാണ്. കുറച്ച് കവുങ്ങ് വെച്ചിട്ടുണ്ട്. 3 വർഷമായി. ആദ്യമായാണ് അതിൻ്റെ കൃഷി ചെയ്യുന്നത്. ചിലതിൻ്റെ കടയ്ക്കൽ സ്റ്റെമ്മിനോട് ചേർന്ന് ധാരാളം റൂട്ട്സ് മണ്ണിന് മുകളിൽ വളർത്തുന്നു. അത് എന്തുകൊണ്ടാണ്? അതിന് മുകളിലേക്ക് മണ്ണ് കൂട്ടി കൊടുക്കണം. അപ്പോൾ തീർച്ചയായിട്ടും കമുക് ഒരു ആദായ വിളയാണ്. കമുകിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് വളപ്രയോഗത്തെ പറ്റിയൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ടീച്ചർ അതൊന്ന് കാണണം. അപ്പോൾ ടീച്ചർ ഏതോ ഒരു വീഡിയോ മാത്രം കണ്ടിട്ടാണ് ഇത് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. കമുകിൻ്റെ വിശദമായിട്ട് 2 വീഡിയോ, അതായത് അതിൻ്റെ നടിയിൽ മുതൽ വളപ്രയോഗം മുതൽ എല്ലാം ഒരു വീഡിയോ ഉണ്ട്. പിന്നെ അതിൻ്റെ രോഗങ്ങളും കീടങ്ങളെ കുറിച്ച് 2ാമതൊരു വീഡിയോ ഉണ്ട്. അപ്പം ഇതിനകത്തിലെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ സ്റ്റെമ്മിലെ
നമ്മൾ മണ്ണിന്റെ മുകളിൽ കൂടെ റൂട്ട് വരുന്നുണ്ടെന്നുള്ളത്. അത് സാധാരണഗതി പിന്നെ കമുകിന് കാണുന്നതാണ്. ഒന്നാമത്തെ കാരണം വേണ്ടത്ര ആഴത്തിൽ അത് നട്ടില്ല എന്നുള്ളതാണ്. നടാത്തത് കൊണ്ടാണ് അങ്ങനെ മുകളിൽ കൂടെ വേര് വരുന്നത്. അപ്പം നമ്മൾ കമുകിന്റെ തൈ നടുമ്പോൾ 1/2 മീറ്റർ ഉള്ള കുഴി എടുക്കണം. ആ കുഴിയിലാണ് നമ്മൾ കമുക് നടേണ്ടത്. വേണ്ടത്ര ആദ്യമായിട്ടാണ് കമുക് വെച്ചെന്ന് പറഞ്ഞു. അപ്പം പണിക്കാർ ചിലപ്പോൾ ചെറിയൊരു കുഴി എടുത്തായിരിക്കും ഇത് നട്ടിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഇങ്ങനെ മുകളിൽ വരുന്നത്. എന്തായാലും ശരി, ഓരോ പ്രാവശ്യം വളം ഇട്ടിട്ട് ജൈവവളമൊക്കെ ഇടുമ്പോൾ ഒരു 10 കിലോ എങ്കിലും ജൈവവളം ഉണ്ട്. ജൈവവളവും അല്ലെങ്കിൽ രാസവളം ആണെങ്കിലും മണ്ണ് സൈഡിൽ നിന്ന് വലിച്ചു കൂട്ടി ഇതിൻ്റെ ചുവട്ടിൽ ഉയർത്തിക്കൊണ്ടുവരിക. ഈ വേരുകളെല്ലാം മണ്ണിലടിയിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ചെയ്യേണ്ട കാര്യം. അടുത്ത ചോദ്യം മറിയൻ ഋഷി എന്ന ആളാണ് ചോദിച്ചിരിക്കുന്നത്. ഒരിക്കൽ തേങ്ങ ഉണ്ടായി നശിച്ചു. തെങ്ങായിരിക്കും നശിച്ചെന്ന് തോന്നുന്നു. ഒരിക്കൽ തെങ്ങുണ്ടായി നശിച്ചു. ആ കുഴിയിൽ പുതിയ തെങ്ങ് നട്ടാൽ ഉണ്ടാവില്ല? തീർച്ചയായിട്ടും ഉണ്ടാവും, പ്രശ്നമൊന്നുമില്ല. ആ കുഴി പിന്നെ തെങ്ങുണ്ടായി നശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാരക അസുഖം, കാറ്റുവീഴ്ച പോലെയുള്ള വലിയ അസുഖം പിടിച്ച് നശിച്ചാണെങ്കിൽ അവിടെ നടാതിരിക്കുക. വല്ല കൂമ്പ് ചെയ്യലോ അല്ലെങ്കിൽ ചെല്ലി കുത്തിയൊക്കെ പോയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് കുഴി എടുക്കുക. കുഴി എന്ന് പറഞ്ഞ് 1 മീറ്റർ താഴ്ചയും വീതിയും നീളമുള്ള കുഴിയാണ് ഒരു തെങ്ങിന് വേണ്ടത്. ശരാശരിയുള്ള അളവാണ് പറഞ്ഞു. വെട്ടുകൽ പ്രദേശമാണെങ്കിൽ 1.25 മീറ്ററോളം വേണം കുഴിയുടെ ആഴം. നമ്മുടെ മണൽ മണ്ണാണെങ്കിൽ ഒരു 3/4 മീറ്ററോളം മതി. സാധാരണ മണ്ണാണെങ്കിൽ 1 മീറ്റർ മതി. അത്തരത്തിലൊരു കുഴി എടുത്താൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മേൽമണ്ണും 1 കിലോ ഡോളോമേറ്റും ചേർത്ത് കുഴിയുടെ 3/4 ഭാഗം നിറച്ചിടുക എന്നുള്ളതാണ്. 3/4 ഭാഗം നിറച്ചിട്ട് 10-15 ദിവസം നനച്ചതിന് ശേഷം ഒരു 5-10 കിലോ എങ്കിലും ജൈവവളം, ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ആയിരിക്കും ഏറ്റവും നല്ലത്. ട്രൈക്കോഡർമയെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണുക. അതേപോലെ ഉണ്ടാക്കിയുള്ള കമ്പോസ്റ്റ് അതിനകത്ത് ഇട്ട് കൊടുക്കുക. കൂടാതെ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ആണെങ്കിൽ വേപ്പും പിണ്ണാക്ക് വേണ്ട. മറ്റ് ട്രൈക്കോഡർമ അല്ല ജൈവവളമാണ് ഇടുന്നതെങ്കിൽ 1 കിലോ വേപ്പും പിണ്ണാക്ക് കുഴിയിലിടണം. 1 കിലോ രാജ്യഫോസ് എന്ന് പറഞ്ഞ വളം കൊണ്ടിടണം. ഇത്രയിട്ട് ഈ കിടക്കുന്ന മണ്ണിൽ നന്നായിട്ട് കൂട്ടിക്കലർത്തി ഒരു പിള്ളക്കുഴി എടുത്ത് അതിലേക്ക് വേണം തെങ്ങ് നടാൻ. തെങ്ങ് നട്ടാൽ പോരാ, അതിന് വേണ്ടുന്ന പരിചരണങ്ങളൊക്കെ ചെയ്യണം. അതിനെ പറ്റിയുള്ള വിശദമായ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അത് കാണുക. തെങ്ങിൻ്റെ തൈയുടെയൊക്കെ പരിചരണത്തെക്കുറിച്ചൊക്കെയുള്ള നമ്മൾ വിശദമായുള്ള വീഡിയോ ഉണ്ട്. അടുത്ത ചോദ്യം മണികണ്ഠ കക്കയുടെയാണ്. കുരുമുളകിൻ്റെ ഇലയുടെ അടിയിൽ വെള്ള പൊടി പോലെ കാണുന്നുണ്ട്, അതിനെന്ത് ചെയ്യണം? അപ്പോൾ കുരുമുളകിൻ്റെ ഇലയുടെ അടിയിൽ ഇങ്ങനെ തട്ടുമ്പോൾ പറക്കുന്ന വെള്ളപ്പൊടിയാണെങ്കിൽ വെള്ളീച്ചയാണ്. ഇനി അഥവാ അങ്ങനെയല്ല, നമ്മൾ തട്ടിയാലും പറക്കുന്നില്ല, നമ്മൾ അമക്കി നോക്കിയാൽ നമ്മുടെ കയ്യിൽ പിന്നെ ദ്രാവകം എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അത് വേറെയാണ്, അതൊരു കുമിൾ രോഗമാണ്. അപ്പം ഇതേതാണെന്ന് തിരിച്ചറിയണം. അപ്പം തട്ടിയാൽ പറക്കുന്ന പൊടിയാണെങ്കിൽ അത് വെള്ളീച്ചെന്ന് പറയുന്ന സാധനമാണ്. അതിന് വെർട്ടിസിലിയം ലെക്കാനി എന്ന് പറഞ്ഞ ഒരു മിത്ര കുമ്പിൾ കൾച്ചർ വാങ്ങിക്കാൻ കിട്ടും. ഇലയുടെ അടി വീഴത്തക്ക രീതിയിൽ തളിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ പിന്നെ ഇമിഡ എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട്, 1 മില്ലി ഒരു 5 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഇലയുടെ അടി തളിച്ചു കൊടുത്താലും ഇത് മാറിക്കിട്ടും. പിന്നെ മറ്റേത് നമ്മുടെ ഫംഗസ് ആണെങ്കിൽ, കുമിൾ രോഗമാണെങ്കിൽ അതിന് നമ്മൾ കുമിൾനാശിനി ഉപയോഗിക്കണം. കുമിൾനാശിനി ബോർഡോ മിശ്രിതമാണ് ഏറ്റവും നല്ല. കുരുമുളകിന് വർഷകാല ആരംഭത്തിലും മഴ പെയ്യുമ്പോഴും പിന്നെ മഴ നീണ്ടു നിൽക്കുകയാണെങ്കിൽ മൂന്നാമതൊരു തവണയും കൂടി ബോർഡോ മിശ്രിതം അടിച്ചു കൊടുക്കാം. ബോർഡോ മിശ്രിതം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മുടെ ഒരു വീഡിയോ ആയിട്ടുണ്ട്, അത് കയറി കാണുക. അതേപോലെ ബോർഡോ മിശ്രിതം ഉണ്ടാക്കി കുരുമുളക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ കുമിൾ രോഗങ്ങൾ മാറിക്കിട്ടും.